സ്വാഗതം. ടൊറാക്കൽ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് ടാരോയിലൂടെ മണി മൈൻഡ് സെറ്റാണ് നോക്കുന്നത്. മണി മൈൻഡ് സെറ്റിലെ ഫസ്റ്റ് കാർഡ് നമ്മളെ ഫിനാൻസിനോടുള്ള കാഴ്ചപ്പാട് നോക്കുകയാണ്. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ്, അതായത് ധനപരമായി ബുദ്ധി ഉപയോഗിച്ച് പുതിയൊരു കാര്യം തുടങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ അതിലേക്ക് വരണ എന്ത് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നതെന്നാണ് അടുത്ത കാർഡ്. അത് 5 ഓഫ് വാണ്ട്സ് ആണ്. അതായത് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പോകുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് മുന്നോട്ട് പോകണം. ലിസൺ ടു അതേഴ്സ്, മറ്റുള്ളവരെ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്ത് തടസ്സമാണ് വരുന്നത്? ദ ലവേഴ്സ് എന്നുള്ള കാർഡാണ് വരുന്നത്. അതായത് റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ദ ലവേഴ്സ്. അപ്പോൾ തടസ്സങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? റിലേഷൻഷിപ്പിൽ നിന്നാണ് തടസ്സങ്ങൾ വരുന്നത്. അപ്പോൾ നാലാമത്തെ കാർഡ് നോക്കുമ്പോൾ 4 ഓഫ് കപ്സ് ആണ്. 4 ഓഫ് കപ്സ് അഡ്ജസ്റ്റ്മെൻ്റ് കാർഡാണ്. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് നമ്മൾ ധനപരമായി തുടങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണു. അത് സാധാരണ. അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ തടസ്സങ്ങൾ വരുന്നത് റിലേഷൻഷിപ്പിൽ നിന്നാണ്. അപ്പോൾ നാലാമത്തെ കാർഡ് എന്താ പറയുന്നത്? അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. 4 എന്നുള്ള നമ്പർ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ധനപരമായി പറയുകയാണെങ്കിൽ ധനത്തെ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുന്നത്. ധനം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. ധനത്തിനെ നമ്മൾ ധൂർത്ത് അടിക്കാണ്ട് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ധനം എന്നുള്ളത്. അതായത് കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ 10% ദാനധർമാദികൾക്കായിട്ട് നീക്കി വയ്ക്കുക. അത് നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമല്ല, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പോൾ അതാണ്. അപ്പോൾ ധനം ദുർവിനിയോഗം ചെയ്യരുത്. അത് കിട്ടുന്നതിൻ്റെ 10% ദാനധർമ്മങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ മണി മൈൻഡ് സെറ്റ് എന്നുള്ള സ്പ്രെഡിൻ്റെ മെസ്സേജ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.